We were discussing about neuroleptics. So neuroleptics, as we said, it is a potent antiemetic drug. It blocks the D2 receptors in the CT center and thereby prevent vomiting. Prochlorperazine is one of the example of neuroleptics. It is a labyrinth suppressant and it is useful in vertigo associated with vomiting. So, നമ്മളുടെ ന്യൂറോലെപ്റ്റിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രോക്ലോർപെറസിൻ. ഇത് നമ്മളുടെ ലാബ്രിന്തിനെ സപ്രസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം ഉണ്ടാവുന്ന വോമിറ്റിങ്ങും വേർട്ടിഗോയും ഈ രണ്ട് കാര്യങ്ങളെ തടയാനായിട്ട് ഈ ഒരു ഡ്രഗ് വളരെ യൂസ്ഫുൾ ആണ്. Now coming to the next category of drug, which is prokinetic drugs. So prokinetic, ഈ പേരിലുള്ള പോലെ തന്നെ it enhances the gastroduodenal motility, increases the rate of gastric emptying and thereby reduces vomiting. എന്താ ഇത് ചെയ്യുക? ഇത് നമ്മളുടെ ഗ്യാസ്ട്രോഡിയോഡിനൽ മോട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ്ട്രിക് കണ്ടൻസ് താഴേക്ക് അല്ലെങ്കിൽ ഡിയോഡിനത്തിലേക്ക് പാസ്സാവും. അങ്ങനെ ആ ഒരു വോമിറ്റിംഗ്, ഗ്യാസ്ട്രിക് വോമിറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റും. So these drugs are known as prokinetic drugs. Some of the examples are metoclopramide, domperidone, etc. First, let's see about metoclopramide. So metoclopramide, it increases the gastric peristalsis. It relaxes the pylorus and the upper part of the duodenum and thereby it speeds the gastric emptying. So ഈ ഡ്രഗ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റീനെ കൂട്ടും. അതുപോലെ നമ്മളുടെ പൈലോറിക് സ്പിങ്ചറിനെ ഇത് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പർ പാർട്ട് ഓഫ് ദ ഡിയോഡിനം അതിനെ ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് വയറ്റിലെ സാധനങ്ങൾ ഡിയോഡിനത്തിലേക്ക് എംപ്റ്റി ചെയ്യാനായിട്ട് പറ്റും. It blocks the D2 receptors on the CTZ center and also prevents vomiting. ഇതിൽ ഉപരിയായിട്ട് it also blocks the CTZ center and thereby it prevents vomiting. സോ വോമിറ്റിംഗ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഇൻക്രീസ് ചെയ്യും. രണ്ട്, ഇത് CTZ സെൻറ്ററിലെ D2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. ഈ രണ്ട് കാരണങ്ങൾ കാരണം മെറ്റോക്ലോപ്രമൈഡ് പ്രിവെൻറ്റ്സ് വോമിറ്റിംഗ്. The next drug is domperidone. Domperidone, it is a D2 receptor antagonist with lower ceiling antiemetic and prokinetic action than metoclopramide. ഈ ഒരു ഡ്രഗ് പ്രീഡോമിനൻ്റ്ലി D2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റോക്ലോപ്രമൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ലെസ്സർ ആൻറ്റിഎമെറ്റിക് ആൻഡ് പ്രോകൈനറ്റിക് ആക്ഷൻ. The uses of prokinetic drugs are reflex esophagitis. റിഫ്ലക്സ് ഇസോഫാഗൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ GERD പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. അവിടെ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഇസോഫാഗസിലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇസോഫാഗസിൽ ചെറിയ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്യാസ്ട്രിക് എംപ്റ്റീൻ്റെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഈ റിഫ്ലക്സ് കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിഫ്ലക്സ് ഇസോഫാഗൈറ്റിസ്. ആൻറ്റിഎമെറ്റിക് ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡ്സിൽ ആൻറ്റിഎമിസിസിന് വേണ്ടി ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കാം. പ്രീ ആർത്രറ്റിക് മെഡിക്കേഷൻ. So it is used as a pre-anesthetic medication in order to prevent vomiting and it is also given in endoscopy. എൻഡോസ്കോപ്പിയിലും പ്രൊഫലാക്സിസ് ആയിട്ട് വോമിറ്റിംഗ് തടയാനാണ് ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത്. So that is about prokinetic drugs. The next is about 5-HT3 antagonist and the classic example of this category is ondansetron. So ondansetron, it blocks the 5-HT3 receptors in the GI tract and the CTZ center, thereby it prevents vomiting. So നമ്മളുടെ GI ട്രാക്റ്റിലെയും അതുപോലെ തന്നെ CTZ സെൻറ്ററിലെയും
5-HT3 റിസപ്റ്റേഴ്സിനെ ഇത് ബ്ലോക്ക് ചെയ്യും. അത് കാരണം വോമിറ്റിംഗ് തടയാണ് ഈ ഒരു ഒണ്ടാൻസിട്രോൺ എന്ന് പറയുന്ന ഡ്രഗ് ചെയ്യുന്നത്. It is a potent anti-emetic drug. It can be given or as an oral drug as well as an IV drug. It prevents chemotherapy as well as radiation therapy associated vomiting. Chemotherapy അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പിയുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വോമിറ്റിംഗ് തടയാനായിട്ട് ഇത് ഉപകാരപ്പെടും. It is also helpful in post-operative and drug-induced nausea and vomiting. It is not used in motion sickness and do not block the dopamine receptors. So motion sicknessൽ ഈ ഒരു ഒണ്ടാൻസിട്രോൺ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം it doesn't block the D2 receptors. It is well tolerated in most of the patients. The only common side effect is headache. There can be some mild complications like constipation, diarrhea and abdominal discomfort. So this is about ondansetron. Ondansetron എന്ന് പറയുന്നത് ഒരു 5-HT3 ആൻറ്റഗോണിസ്റ്റ് ഡ്രഗ് ആണ്. ഇത് ഓറൽ ആയിട്ട് ഉപയോഗിക്കാം, IV ആയിട്ടും കൊടുക്കാം. ഇത് 5-HT3 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക, ബോത്ത് ഇൻ ദ GI ട്രാക്ട് ആസ് വെൽ ആസ് CTZ സെൻറ്റർ. ഇതിൻ്റെ യൂസസ് കീമോതെറാപ്പി ആൻഡ് റേഡിയേഷൻ തെറാപ്പി അസോസിയേറ്റഡ് വോമിറ്റിംഗ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. However, it cannot be given in motion sickness. The next is about adjuvant antiemetic drugs. Adjuvant antiemetic drugs, commonly corticosteroids and benzodiazepines, are given as adjuvant antiemetics. Corticosteroids, they are employed with other antiemetic drugs in vomiting induced by chemotherapy. So chemotherapy കിട്ടുന്ന പേഷ്യൻസിൽ ബാക്കിയുള്ള ആൻറ്റിഎമെറ്റിക് ഡ്രഗ്സിൻ്റെ ഒപ്പം കോർട്ടിക്കോസ്റ്റീറോയിഡ്സും കൂടെ ഉപയോഗിക്കാം in order to enhance the effectiveness. Benzodiazepines, they have weak antiemetic property, പക്ഷേ it is also given in order to avoid vomiting because benzodiazepines induces sedation. ഇത് സെഡേറ്റീവ് ഡ്രഗ് ആണ്. അപ്പോൾ പേഷ്യൻസ് പതിയെ ഉറങ്ങി പോകുമ്പോൾ ആ ഒരു വോമിറ്റിംഗ് കുറയും. അത് കാരണം ഇറ്റ് ക്യാൻ ബി ഗിവൻ ആസ് എൻ അഡ്ജുവൻറ്റ് ആൻറ്റിഎമെറ്റിക്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻറ്റിഎമെറ്റിക്സ്. അപ്പോൾ നമ്മളുടെ എമിറ്റിക്സ് ആൻറ്റിഎമെറ്റിക്സ് ഡിഫറൻഷിയേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ അതിൻ്റെ രണ്ടിൻ്റെയും എന്തിനാണ് കൊടുക്കുന്നതെന്ന് എഴുതാം. വൺ ഇസ് ടു ഇൻഡ്യൂസ് വോമിറ്റിംഗ്, ദ അതർ ഇസ് ടു പ്രിവെൻറ്റ് വോമിറ്റിംഗ്. പിന്നെ രണ്ടിൻ്റെയും ക്ലാസിഫിക്കേഷൻ എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ആവും. ഇത് കൂടാതെ ഈ ഒരു ഏരിയയിൽ നിന്നും ഒണ്ടാൻസിട്രോൺ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മെറ്റോക്ലോപ്രൊമൈഡ് ഇതും വേണമെങ്കിൽ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. മെറ്റോക്ലോപ്രൊമൈഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ജനറൽ കാറ്റഗറീനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതിയാവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് GI ഡ്രഗ്സ്. GI ഡ്രഗ്സിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ മിസ് പറയാം. മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൂടാതെ നമ്മളുടെ റാനിറ്റിഡിൻ അതുപോലെ തന്നെ പാൻഡോപ്രസോൾ, ആ രണ്ട് ഡ്രഗ്സ് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്നതാണ് അൻറ്റാസിഡ്സ് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എമിറ്റിക്സ് ആൻറ്റിഎമിറ്റിക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ ഒണ്ടാൻസിട്രോൺ, മെറ്റോക്ലോപ്രൊമൈഡ് ഇത് രണ്ടും ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. സോ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിടുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നോട്ടിലൊന്ന് കുറിച്ചിടുക. സോ ഹോപ്പ് യു understood this chapter. If there are any doubts, please contact me or message me. Thank you so much for your patient listening. Stay safe and stay healthy. Thank you.